ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഒരു ഇരട്ടക്കൊല കാണാൻ പോവാണ്. ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ഇരട്ടക്കൊല. അത് ഒന്നല്ല, രണ്ടെണ്ണം. നോക്ക്, ഒരു വലിയ കൊലയും അതിനോട് എക്സ്റ്റൻഷനായി ഒരു കുഞ്ഞു കൊലയും. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ വാഴ കൊലയ്ക്കും. ആ വാഴ കൊലയ്ക്കുന്നത് ഒരൊറ്റ കൊലയായിട്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടായ രണ്ട് കൊലയും കൊലച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കൊല അതിനോട് ചേർന്ന് അടുത്ത ഒന്നുകൂടെ. ഇതുപോലെ തന്നെ ഒരരട്ടക്കൊല കൂടെ ഉണ്ട്. ദേ അവൻ. ഈ രണ്ട് വാഴയുടെയും ബേസ് ഒന്ന് തന്നെയാണ്. മേ ബി അതുകൊണ്ടാകാം രണ്ടുപേരും ഒരുപോലെ ഇരട്ടക്കൊല ഉണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയിൽ ഒരു വാഴ പെടന്നുപോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ അതിനെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആവശ്യം അനുസരിച്ച് മുകളിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം മുറിച്ചെടുത്ത് 2 പടല മുറിച്ചെടുത്തു. നമ്മുടെ ഈ വാഴക്കൊല നമ്മൾ മുഴുവനായിട്ട് എടുക്കില്ല, പെടന്ന് വീണു. അതുകൊണ്ട് നമുക്കൊരു ഉപകാരമായി. നമ്മൾ ആവശ്യമുള്ള പടല മാത്രം അറുത്തെടുക്കും. ഒന്നിച്ചിത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്തു പോകും. ഒന്നാമത് പാളയം കൂടെ വേഗം പഴുത്ത് ചീത്തയായി പോകും. നമ്മൾ ആവശ്യമുള്ളത് മാത്രമായിട്ട് മുറിച്ചിങ്ങെടുക്കും. ഇതിനകത്തുനിന്ന് മുറിച്ചെടുക്കുക അത്ര ഈസിയല്ല. ഒരു പടല മാത്രം നമ്മളിങ്ങനെ അറുത്തെടുത്തു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം അവിടെ തന്നെ ഇരിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് എടുത്ത സ്ഥലമാണ്. ഈ 2 പടല അവിടെ നിന്ന് എടുത്തിരുന്നു. ഇന്നിപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പടല അറുത്തു. അപ്പം ഇത് പടല അറുത്തറുത്തറുത്ത് താഴെ വന്ന് കറി വെച്ചും മെഴുക്ക് വരട്ടിയൊക്കെ ആക്കി ലാസ്റ്റ് വരുമ്പോഴേക്കും പഴുക്കും. പണ്ടൊക്കെ മക്കൾ വീട്ടിലുള്ളപ്പം ഈ കൊല പഴുത്ത് കഴിഞ്ഞാൽ എന്നും പുട്ടും ഉപ്പുമാവുമാണ്. മെയിനായിട്ട് പുട്ടായിരുന്നു. എന്നും പുട്ടുണ്ടാക്കി അവരെനിക്ക് പേര് വിട്ടു, പുട്ടമ്മാന്ന്. പുട്ട് കഴിച്ച് മടുത്ത മക്കള് ഈ വാഴയെല്ലാം വെട്ടിക്കളയുന്നവരെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവനും ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അത് തീരാറാവുമ്പോഴേക്കും നമുക്ക് ഇവനെ എടുക്കാം. ഒരമ്മ പെറ്റ ഇരട്ടക്കുട്ടികളാണ് ഇവര് 2 പേരും. ശരിയല്ലേ?